പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടക്കുന്ന ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്, പ്രതിഷേധങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ പാറ്റ സമരമാണെങ്കിലും അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. മോദി മർഗയ എന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ആ ഒരു അജണ്ടയ്ക്ക് പിന്നിൽ നിന്നാണ് സാറിന് തോന്നുന്നത്? അതെ, ഒരാള് നല്ല കാര്യം ചെയ്യുമ്പോ അതിനെ വിമർശിക്കുക, അതിനെ എന്താണ് പറയുക, കുറ്റം പറഞ്ഞ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ജാത്യാലുള്ള സ്വഭാവമാണ്. ഇപ്പോ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് അദ്ദേഹം നൽകുന്ന ഓരോ നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ലോകം മുഴുവൻ ശ്രദ്ധിച്ചു വരികയാണ്. ഇപ്പൊ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മോബ് ജനക്കൂട്ടം, ഇവരുടെ ആവശ്യം എന്താ? നീറ്റ് പരീക്ഷ അതില് പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി ഉടനെ രാജിവെക്കണം എന്ന് പറഞ്ഞ് വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനു മുമ്പ് വേറൊരു കാര്യം മനസ്സിലാക്കണം. നീറ്റ് പരീക്ഷയില് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായത് വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രശ്നം പരിഹരിച്ചു. അതിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അവർക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേസ് വിചാരണയ്ക്ക് വരും. അത് മാത്രമല്ല, നീറ്റ് വളരെ മനോഹരമായിട്ട് ഒരു കുറ്റവും ഇല്ലാതെ, എന്താ പറയുക, ഒരു പോരായ്മ കൂടാതെ നീറ്റ് പരീക്ഷ നടത്തുകയും റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ അവർക്ക് എന്താ പറയാനുള്ളത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ്. അത് അദ്ദേഹത്തിന്റെ പ്രിറോഗേറ്റീവ് ആണ്. ഇപ്പൊ വാങ്ചുക് എന്ന് പറയുന്ന ഒരു അലവലാദിയോ, അതല്ലെങ്കിൽ മറ്റേ ദീപക്, അവന്റെ പേര്, അഭിജിത്ത്, എവിടെന്നോ വന്ന് അമേരിക്കയിൽ വിമാനം ഇറങ്ങിയ അവൻ പറയുന്നത് പോലെയാണോ രാജ്യം ഓടുന്നത്? ഇതിനകത്ത് ഈ ആൾക്കൂട്ടത്തിന് പങ്കെടുക്കാനായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, കേരളത്തിൽ നിന്ന് വരെ SFI-കാരും AISF-കാരും അതുപോലെ മുസ്ലിം ലീഗിന്റെ സ്റ്റുഡൻസ് നേതാക്കളും അവരുടെ അണികളും വരെ ഡൽഹിക്ക് പോയിട്ടുണ്ട്. അവരുടെ യാത്ര തുടങ്ങിയ എല്ലാ ചെലവുകളും ഇത് കൊടുക്കുന്നത് മെയിൻ കോൺഗ്രസ്സുകാരാണ്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമരം അത്യാവശ്യമാണ് ജനശ്രദ്ധ തിരിച്ചുവിടാനായിട്ട്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏഷ്യ ന്യൂസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന വാർത്താ ഏജൻസിയുടെ ചീഫ് എഡിറ്റർ സ്മിത പ്രകാശ്, അവര് RVS മണി എന്ന് പറയുന്ന മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്, അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിയോ ഡെപ്യൂട്ടി സെക്രട്ടറിയോ ആയിട്ട് റിട്ടയർ ചെയ്തല്ല, പ്രവർത്തിച്ച് റിസൈൻ ചെയ്ത മനുഷ്യനാണ്. വളരെ സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഈ സ്മിത പ്രകാശുമായിട്ടുള്ള അഭിമുഖത്തില് ചില വിവരങ്ങൾ പുറത്തുവിട്ടു. അത് ഇവർക്ക് നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് മുമ്പ് തന്നെ അതൊരു പുസ്തകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹിന്ദു ടെറർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും. അപ്പൊ അദ്ദേഹം പറയണത് എന്താന്ന് വെച്ചാൽ, ഈ അന്ന് ബോംബെയിലൊരു ഹോട്ടലിലെ പാകിസ്ഥാനി തീവ്രവാദികൾ കയറി ആക്രമിച്ച് 100-200 പേരെ കൊന്നത് ഓർക്കുന്നുണ്ടോ? 2008 മറ്റോ. അത് ഒരു ഹിന്ദു ഭീകര പ്രവർത്തനമായിട്ട് ചിത്രീകരിക്കാനായിട്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീലും കേന്ദ്ര മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന ചിദംബരവും കൂടി ശ്രമിച്ചു. അത് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് നടന്നത് എന്നാണ് അദ്ദേഹം കാര്യകാരണ സഹിതം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ മുഹമ്മദ് അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു ഭീകരവാദിയെ ജീവനോടെ പിടിക്കാൻ സാധിച്ചത് കാരണം അട്ടിമറിയില് പാകിസ്ഥാന്റെ റോള്, പാകിസ്ഥാൻ നടത്തിയ അട്ടിമറി പ്രവർത്തനമാണ്, ഭീകര പ്രവർത്തനമാണ് എന്നുള്ള കാര്യം തെളിഞ്ഞു. അതിനുശേഷം ഒരു സംജോത എക്സ്പ്രസ്സിൽ ഒരു സ്ഫോടനം നടന്നു. സംജോത എക്സ്പ്രസ്സിലെ സ്ഫോടനവും അതിനു മുമ്പ് നടന്ന
ഒരു മലഗോൺ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ഒരു മുസ്ലിം പള്ളിക്ക് സമീപമുള്ള സ്പോട്ടാണ്. അതിൽ 10-30 പേര് അതിനകത്ത് മരിച്ചു. ഈ സംജോത എക്സ്പ്രസ്സിൽ എന്താ 50 പേരോട്ട് മരിക്കുകയുണ്ടായി. ഇത് മുഴുവൻ ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ലാലു പ്രസാദ് യാദവ്, ചിദംബരം, പിന്നെ ദിഗ്വിജയ് സിംഗ്, പിന്നെ പിന്നെ അന്നത്തെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നല്ലോ, ഹേമന്ത് കർക്കരെ, അയാൾ ആ പോലീസ് ആക്ഷനിൽ അയാൾ മരിച്ചു, ഹേമന്ത് കർക്കരെ. ഇവരെല്ലാം കൂടി വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും നടന്നില്ല. ആ മലഗോൺ ബ്ലാസ്റ്റ് കേസിന്റെ പ്രതികളാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു സന്യാസിനി, അവരെയും പിന്നെ ഞാൻ അവരുടെ പേര് മറന്നുപോയി, എന്താ പ്രഗ്യ സിംഗ് എന്ന് പറയുന്ന സന്യാസിനിയാണ് അവരെയും പിന്നെ നമ്മളുടെ മേജർ പുരോഹിത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ അദ്ദേഹം സർവീസിൽ അന്ന് ആ ബ്രേക്കില്ലാതെ വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പ്രഗത്ഭനായ കമാൻഡറായിട്ട് റിട്ടയർ ചെയ്യേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ എല്ലാം നിഷേധിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അടുത്ത കാലം അവര് ലഫ്റ്റനന്റ് കേണലായിട്ട് പ്രൊമോഷൻ കൊടുത്തു. ഒരു പ്രൊമോഷൻ അദ്ദേഹത്തിന് കിട്ടി. പക്ഷെ അതൊന്നുമല്ല, അദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ എന്ന് പറയുന്ന റാങ്കിൽ എത്തേണ്ട ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അതും അവിടെ എന്താ പറയണ പൊളിഞ്ഞ് പാളിച്ചായി. എന്താ കേണൽ പുരോഹിതനെ വളരെയധികം പീഡിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തു. അദ്ദേഹം കെട്ടി തൂക്കിയിട്ടിട്ട് സിഗരറ്റ് കുറ്റി കൊണ്ട് കുത്തുകയെല്ലാം ചെയ്തു. അതേപോലെ കണ്ടമാനം മർദ്ദിച്ചു. ഈ സ്ത്രീ സന്യാസി ആയിട്ടുള്ള പ്രഗ്യാസിനെയും കണ്ടമാനം മൃഗീയമായിട്ടാണ് അവരെ തല്ലുകയും ഒക്കെ ചെയ്തത്. അസുഖബാധിതയായിരുന്നു അവര്. അപ്പോ എന്നിട്ട് അവർക്ക് തെളിയിക്കാൻ സാധിച്ചില്ല. ഇത് പുറത്തു വന്നതോടുകൂടി പുസ്തകമായിട്ട് വന്നപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഹൈന്ദവതയിലേക്ക് വിശ്വസിക്കുന്ന ആൾക്കാർ പുസ്തകം വായിക്കൂലല്ലോ. അവർ ഈ പറഞ്ഞ പോലെ വാട്സപ്പിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും റീൽസ് കണ്ട് എൻജോയ് ചെയ്യുന്നവരാണ്. അവർ പുസ്തകം വായിക്കൂല, നമ്മുടെ ഹിന്ദുക്കളുടെ പ്രത്യേകത. അതേസമയം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഈ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരൊക്കെ പുസ്തകങ്ങൾ മേടിച്ചു വായിക്കും. എന്ത് പുസ്തകം അവരുടെ സമുദായത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ വന്നാലും അതൊക്കെ മേടിച്ചു വായിക്കും. അതുകൊണ്ട് നമ്മുടെ ഹിന്ദുക്കൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന ഈ ഗൂഢാലോചനയെ കുറിച്ചും അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഘടകങ്ങളെ കുറിച്ചും അവർക്ക് അറിയാൻ പാടില്ല, അവർക്ക് വിവരമില്ല എന്നുള്ളത് ഒരു സത്യമായിട്ട് അവശേഷിക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞു. അതിനു മുമ്പ് RVS മണിയോട് ഇത് ഹിന്ദു ഭീകരതയാണ് എന്ന് എഴുതി റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ചിദംബരം ആവശ്യപ്പെട്ടു. ഓക്കെ, അദ്ദേഹം അന്ന് ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം അണ്ടർ സെക്രട്ടറി ആയിരുന്നു ആഭ്യന്തര വകുപ്പിൽ. അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തെയും വളരെ മൃഗീയമായിട്ട് അവര് പീഡിപ്പിച്ചു. ഈ സിഗരറ്റ് കത്തിച്ച് മേലൊക്കെ പൊള്ളിച്ചു. ആ ഷോക്കില് അദ്ദേഹത്തിന് ഇങ്ങനെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതിന്റെ ഷോക്കിൽ അദ്ദേഹത്തിന്റെ പിതാവും മാതാവും മരണമടഞ്ഞു. അത്രമാത്രം ക്രൂരത ചെയ്താണ്. അപ്പൊ ഇത് അദ്ദേഹം ടെലിവിഷനിൽ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അത് ജനങ്ങളിലേക്ക് എത്തി. അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോക്രോച്ചുകൾ ഇപ്പൊ ഇത്രയും വലിയ ബഹളം നടത്തിയിരിക്കുന്നത്. അതേസമയം കോക്രോച്ചുകൾ വിചാരിച്ചത് അവർക്കെതിരെ ഭയങ്കര പോലീസ് ആക്ഷൻ, ഒരു ആർബിട്രറി പോലീസ് ആക്ഷൻ ഉണ്ടാവും വിചാരിച്ചു. അങ്ങനെയുള്ള ഒന്നും ഉണ്ടായില്ല തുടക്കത്തിൽ. അവര് എന്താ പറയുന്നത്, ജന്തർ മന്ദറിൽ വന്ന് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയപ്പോ അവരോട് നിങ്ങൾ നടത്തിക്കോ, ഞങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല, സോ ലോങ് ആസ് ഇറ്റ് ഈസ് പീസ്ഫുൾ വി ആർ നോട്ട് ബോതേഡ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവര് ഇന്നലെയാണ് തോന്നുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കരിങ്കല്ല് കൊണ്ട് ഈ തലക്കിടിക്കുന്ന ഷോർട്സ് ഒക്കെ പല ദേശീയ ചാനലിലും കാണിച്ചു. അത് മാത്രം നമ്മുടെ മലയാളം ചാനലുകൾ കാണിച്ചില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ കണ്ടില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ മലയാളം ചാനൽ സ്ഥിരം കാണുന്നവർ കണ്ടപ്പോൾ അങ്ങനെയുള്ള സംഭവം നടന്നിട്ടില്ല, അതൊന്നും ഈ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതേസമയം ഉത്തരേന്ത്യൻ ചാനലുകളായ NDTVയും CNN, IBN, ടൈംസ് നവും റിപ്പബ്ലിക് TV എല്ലാം ഇത് വിശദമായിട്ട് കാണിക്കുക, ഇതിനെ കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം വന്നപ്പോ അവർക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ നീറ്റ് കേസ്. ഇനിയിപ്പോ എന്ത് നീറ്റ് കേസ് നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അഴിമതിയൊക്കെ ആണെങ്കിൽ അഴിമതി നടന്നു കഴിയുമ്പോൾ വിത്തിൻ ഡേയ്സ് നമ്മളൊരു നടപടി എടുക്കും.
അതിനെ ഭാവിയിൽ അതുപോലുള്ള ഒരു കുറ്റം ആവർത്തിക്കാതിരിക്കാനും അതല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ടുള്ള മറ്റൊരു പ്രവൃത്തി നടക്കാതിരിക്കാനും വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിക്കും. അത് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവിടെ ഇഷ്യൂ നഷ്ടപ്പെട്ടു, ഒന്നുമില്ല അവർക്ക് സമരം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനിടയ്ക്ക് ഈ ഇഷ്യൂ വന്നതോടുകൂടി ഇവർക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ഇമേജ് കളയണം. അതിന് വേണ്ടിയിട്ടാണ് അവര് ഈ എന്താ പറയണ സമരം നടത്തിയതും പ്രധാനമന്ത്രിക്കെതിരെ ചീത്തവിളി നടത്തുന്നത്. പണ്ടൊക്കെ പറയായിരുന്നു, അതിരിക്കൊന്നും തോന്നരുത്, ഒരു പ്രോവർബ് ഉണ്ടായിരുന്നു, ഈ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയും. അതും മാത്രമല്ല, അസൂയ എന്ന് പറയുന്നത് വനിതകളുടെ ഒരു പ്രിറോഗേറ്റീവ് ആണ്, അവരുടെ കുത്തകയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ അതൊന്നും അല്ല, കാലമൊക്കെ മാറി. ഇപ്പൊ വനിതകളെക്കാളും കൂടുതൽ അസൂയയും മുഴുത്ത അസൂയുള്ളത് പുരുഷന്മാർക്കാണ്. വനിതകൾ വളരെ വളരെ നല്ല ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ ഭാരതത്തില് ഈ അസൂയയുടെ മൂർത്തിമത് ഭാവങ്ങളെ കാണണമെങ്കിൽ നമ്മുടെ അരുന്ധതി റോയ് എന്നൊക്കെ പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട്. എഴുത്തുകാരി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വനിത. അതുപോലെ തന്നെ ഒരു മേധാ പട്കർ, അതുപോലെ നമ്മുടെ മമത ചേച്ചി, ബംഗാളിലെ മമത ചേച്ചി, അവരുടെ അസൂയ വന്ന് പൊട്ടി അവര് തന്നെ സ്വയം പൊട്ടിത്തെറിച്ചു, അവരുടെ പാർട്ടിയും അവരും പൊട്ടിത്തെറിച്ചു. അപ്പൊ ഇതൊക്കെ ആണ് അസൂയനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഏറ്റവും വലിയ അസൂയുള്ളത് ഈ ചിദംബരമാണ്. ചിദംബരത്തിന്റെ അസൂയ നമുക്ക് മനസ്സിലാക്കാവുന്നേ. എന്താ കാരണം എന്നറിയാമോ? ചിദംബരത്തിനെതിരെ കണ്ടമാനം കേസുണ്ട്. 5 ഭൂഖണ്ഡങ്ങളിലായിട്ട് ചിദംബരം സ്വത്ത് സ്വത്ത് വാങ്ങിക്കൂട്ടിയ തെളിവുകൾ സഹിതം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അതിനെപ്പറ്റി അന്വേഷണം നടത്താനാണ് അവർ നടത്തുന്നത്. ആ അന്വേഷണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ജനശ്രദ്ധ തിരിച്ചുവിടണം. പിന്നെ അത് കൂടാണ്ട് ഈ പള്ളിയിൽ അച്ഛന്മാര് FCR എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അമെന്റ്മെന്റ് ബില്ല്, അത് പാർലമെന്റിൽ അവതരിപ്പിക്കാതിരിക്കാനും പാർലമെന്റ് അത് പാസ്സാക്കാതിരിക്കാനും വേണ്ടിയിട്ട് അവർ എത്ര കോടി രൂപ വേണമെങ്കിലും മുടക്കാൻ വാരി വെതറുകയാണ് അവർ പൈസ. MP-മാരെ വരെ അവർ വിലക്ക് മേടിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്ത്. അവർ അതുവരെ പറയുള്ളൂ. ഇപ്പൊ കേരളത്തിലെ ഒരു MP അതിനെക്കുറിച്ച് 24 മണിക്കൂർ FCR വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അയാൾക്ക് പള്ളിയിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട് അയാൾക്ക്. പിന്നെ അയാൾക്ക് മാത്രമല്ല, അയാളുടെ മണ്ഡലത്തിലെ ക്രൈസ്തവർ കണ്ടമാനം പേരുണ്ട്. പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സഭയിലുള്ള കുറെ പേര് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ അവിടെ ഉണ്ട് അയാളുടെ മണ്ഡലത്തിൽ. അപ്പൊ അവരെ സൂചിപ്പിക്കണം. പിന്നെ അയാളുടെ മകനെ വീണ്ടും രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി FCR ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇപ്പൊ അവര് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കാണിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ വരട്ടെ മോദിയുടെ സ്വഭാവം, മോദിയെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുക. അതുകൊണ്ടാണ് ഈ മരണ വാർത്തയും അതും ഇതുമൊക്കെ സ്ലോഗൻസ് ഒക്കെ, ഒരു സംസ്കാരമില്ലാത്ത സ്ലോഗൻസ്, മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇതൊരു അനാവശ്യമായിട്ടുള്ള സമരമാണിത്. അത് മാത്രമല്ല, ഒരുത്തൻ നിരാഹാരം കിടക്കണ്ടല്ലോ, ലഡാക്കിലെ വാഞ്ചിക്ക് എന്ന് പറഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത് ആശുപത്രി കൊണ്ടിട്ട് അയാൾക്ക് ഡ്രിപ്പ് കൊടുത്തോണ്ടിരിക്കുക. അയാൾ വിചാരിച്ചത് ഈ പകലൊക്കെ നിരാഹാരം ഇരുന്ന് രാത്രി മുഴുവൻ നിശാഹാരം നടത്താമെന്നാ വിചാരിച്ചത്. അപ്പൊ ഈ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറയൊക്കെ വന്നപ്പോ അത് ചെയ്യാൻ പറ്റൂല. അത് ഇപ്പൊ അയാൾക്ക് ഇപ്പൊ വയ്യാണ്ടായി കഴിഞ്ഞപ്പോ അയാളെ പോലീസുകാർ രക്ഷപ്പെടുത്തി. അതല്ലെങ്കിൽ അയാള് പട്ടിണി കിടത്തിയാവും. അതിന് ഉത്തരം പറയേണ്ടി വരാൻ നരേന്ദ്രമോദി ആയിരിക്കും. അപ്പൊ ആശുപത്രി കൊണ്ടുപോയി ഡ്രിപ്പെല്ലാം കൊടുത്ത് മരുന്നെല്ലാം കൊടുത്ത് ഇപ്പൊ അയാളുടെ ഭാര്യ പറയും അയാളെ ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കണം, അയാൾക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണം, അയാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഏത് ആശുപത്രിയിൽ അങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കുക? അപ്പൊ അതൊക്കെ കാരണമാണ് ഇങ്ങനെ ഈ രാജ്യം എല്ലാം നോർമലായിട്ട് മര്യാദയ്ക്ക് പ്രവർത്തിച്ചു പോകുമ്പോൾ ഇവർക്ക് പേടി, ഇവർക്ക് തിരിച്ചു വരാൻ പറ്റുമോ, അടുത്ത ഇലക്ഷൻ 2029 തെരഞ്ഞെടുപ്പിൽ തോക്കുവോ ജയിക്കുമോ എന്നുള്ള ആശങ്ക ഇവർക്കുണ്ട്. അത് കൂടാണ്ട് വേറൊന്നുണ്ട്, ഈ അവരുടെ മുന്നണിയിൽ നിന്ന് പലരും ഇപ്പൊ ഈ BJPക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചപ്പോ BJPക്ക് കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞത് 320 അംഗങ്ങളുണ്ട് ലോക്സഭയിൽ. 320 അംഗങ്ങളുണ്ട്. അതേപോലെ 10-20 അംഗങ്ങളൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 2/3 ഭൂരിപക്ഷമായി. അപ്പൊ ആ ഡീലിമിറ്റേഷൻ ആക്ട് ഇല്ലേ, പാർലമെന്റിലെ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ, ലോക്സഭാ സീറ്റുകളിൽ വർധന വരുത്താൻ വേണ്ടിയിട്ടുള്ള നിയമം അവർക്ക് പാസ്സാക്കാൻ സാധിക്കും രാജ്യസഭയിലും ലോക്സഭയിലും.
അത് പാസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മോദിക്കെതിരെ ഓരോ സമയത്ത് ഓരോ ഇത് കൊണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് യു പിയിൽ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, 2027 ആദ്യം യു പിയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിട്ട് ഇതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മറന്നുപോകും. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. പണ്ട് ഓർമ്മയില്ല, ഒരു ടെലിഫോൺ സംഭാഷണം, പെഗാസസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ടെലിഫോൺ ചോർത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അപ്പൊ അത് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ ടെലിഫോൺ കൊണ്ടാ, ഞങ്ങൾ കാണിച്ചു തരാം അതിനകത്ത് പെഗാസസ് ഉണ്ടോ ഇല്ലെന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. അയാൾ കൊടുക്കില്ല, അയാൾ കള്ളൻ. അവന്റെ ഈ കിട്ടിയപാടം നുണ പറയും. അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ ഷൂട്ട് ആൻഡ് സ്കൂട്ട് പരിപാടിയാണ്. കൈയോടെ പിടിക്കുന്നത് മനസ്സിലായപ്പോ മുങ്ങി, പിന്നെ മുമ്പിൽ മിണ്ടിയിട്ടില്ല അതിനെ കുറിച്ചിട്ട്. ഇതാണ് അയാളുടെ കാര്യം. പിന്നെ അതുപോലെ കേരളത്തിൽ നിന്ന് എന്റെ 2-3 വലിയ ആഗോള നേതാക്കന്മാര് ഇതിനകത്ത് പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. MA ബേബി എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രാക്കുളം കാസ്ട്രോ എന്നൊക്കെ പറഞ്ഞ പേരിൽ അറിയപ്പെടുന്ന വലിയ തത്വചിന്തകൻ. അദ്ദേഹമുള്ള എന്താ അതിന് പറയണ താത്വിക ആചാര്യൻ അദ്ദേഹവും, പിന്നെ ബ്രിട്ടാസിനെ പോലുള്ള താത്വിക ആചാര്യന്മാര്, അവരൊക്കെ പോയിട്ടുണ്ട് സമരത്തിന് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തില് അവര് ജനങ്ങളെ ഇറക്കുമതി ചെയ്തേക്കുക മറ്റ് സംസ്ഥാനങ്ങളിൽ ആളെ കൂട്ടാൻ വേണ്ടി. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളെയൊക്കെ ഇത് ബാധിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ഒന്നുമില്ല, അവര് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കും, പാസ്സാക്കുകയും ചെയ്യും. ഇവര് നോക്കിയിരിക്കും, കണ്ടുകൊണ്ടിരിക്കുക, അത്ര തന്നെ. ഇതുപോലുള്ള ബില്ലുകൾ വളരെ അത്യാവശ്യമാണ്. പിന്നെ അത് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ഈ മതപരിവർത്തന നിരോധന ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടേ. അപ്പൊ അതൊന്നും ഇല്ലാതാക്കണം. ഇവന്മാർക്ക് അതില്ലാണ്ട് ഈ പള്ളിയിലച്ചന്മാർക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും ഈ നിയമം പാസ്സാക്കാതിരിക്കാനാണ് അവർ നോക്കണം. അത്രേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.